ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആയുർവേദത്തിലെ ഹൃദയാരോഗ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധത്തെക്കുറിച്ചുള്ളതാണ്. ഹൃദയപേശികളെ ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും കൊളസ്ട്രോൾ, BP മുതലായ അസുഖങ്ങളെ കുറയ്ക്കുകയും ചെയ്യുന്ന ഹാർട്ട് ടോണിക്കിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ബേസിക്കായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നല്ല ആരോഗ്യകരമായ ഭക്ഷണശീലം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കി ഫാറ്റ് കൂടിയ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ ശീലമാക്കേണ്ടതുണ്ട്. ധാരാളമായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നട്ട്സും സീഡ്സും ഒക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ല ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതായത് ഗോതമ്പ് അരിയൊക്കെ കഴിക്കുമ്പോൾ റെഡ് റൈസൊക്കെ ചുണങ്ങോട് കൂടിയ തവിടോട് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു 30 മിനിറ്റെങ്കിലും നടക്കാൻ വേണ്ടി നോക്കുക ഡെയിലി. ഇതൊക്കെ നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മരുന്നിനെ കുറിച്ച് അറിയാം. അതിനു മുമ്പായിട്ട് ഞാൻ ഈ ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ ഹാർട്ടിന് അസുഖമുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ വാളൻ പുളി ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുക. അതുപോലെ തന്നെ ചുമന്ന മുളകിന് പകരമായിട്ട് നമുക്ക് പച്ചമുളക് ഉപയോഗിക്കാം. ഈ ചുമന്ന മുളകും അതുപോലെ തന്നെ ഈ വാളൻ പുളിയും ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി അതിന് പകരം നിങ്ങൾക്ക് കുടംപുളി ഉപയോഗിക്കാം. കുടംപുളി വളരെ നല്ലതാണ്. ഈ മറ്റേതിന് ചുമന്ന മുളകിന് പകരമായിട്ട് പച്ചമുളക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരിക്കലും ഞാൻ കോട്ടക്കൽ പോയ സമയത്ത് PK വാര്യർ സാറിനെ കാണുമ്പോൾ സാറ് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഈ ഹാർട്ടിന് അസുഖമുള്ളവർ ഈ 2 കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഹാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഔഷധത്തെക്കുറിച്ചുള്ളതാണ്. അതാണ് അർജുന. ഇതിനെ നമ്മൾ മലയാളത്തിൽ നീർമരുത് എന്ന് പറയും. ടെർമിനാലിയ അർജുന എന്നുള്ളതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇത് നമ്മുടെ ഹാർട്ടിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ പേശികളെ ഇത് നന്നായി ബലപ്പെടുത്താൻ വേണ്ടി സഹായിക്കും. ഇതിൻ്റെ ബാർക്ക്, അതായത് തൊലിയാണ് നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ ധാരാളമായിട്ട് മഗ്നീഷ്യം, സിങ്ക്, കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലാവനോയിഡ്സ്, ടാനിൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ മസിൽസിനെ നന്നായി ശക്തിപ്പെടുത്താൻ സഹായിക്കും. അതുമൂലം തന്നെ ഹാർട്ടിൻ്റെ പമ്പിങ് എബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. അതുമൂലം നമുക്ക് ഹാർട്ടിന് അസുഖമൊക്കെ വന്ന് റിക്കവറി പീരീഡിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മരുന്ന് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹാർട്ട് മസിൽസൊക്കെ വീക്കായിട്ടുള്ളവർക്കും നമുക്ക് ഈ ഒരു മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് ഗുണം കിട്ടും. ഇനി പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇത് നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആർട്ടറീസിലൊന്നും ബ്ലോക്ക് ഇല്ലാതെ സംരക്ഷിക്കാൻ ഇത് സഹായിക്കും. LDL കൊളസ്ട്രോൾ, അതായത് നമ്മുടെ ബാഡ് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും ഇത് കുറക്കാൻ സഹായിക്കുന്നുണ്ട്. HDL കൊളസ്ട്രോൾ, അതായത് നമ്മുടെ നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു അർജുന നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ BP കുറക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുള്ളതാണ്. ഇത് നാച്ചുറലായിട്ട് തന്നെ ഒരു വാസോ ഡയലേറ്ററാണ്. അതായത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ റിലാക്സ് ചെയ്യിക്കുന്നുണ്ട്. അതുമൂലം നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാവാനും അധികമായിട്ട് വരുന്ന വെള്ളവും അതുപോലെ തന്നെ സോഡിയം കണ്ടൻറ്റും ഒക്കെ ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകാനും ഇത് സഹായിക്കുന്നത് മൂലം നമ്മുടെ BP ഇത് കുറക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BP ഉള്ളവർക്കും ഈ ഒരു മരുന്ന് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഡയബറ്റീസിനും വളരെ നല്ലതാണ്. ഈ അർജുന ഡയബറ്റീസിനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പലർക്കും സ്ട്രെസ്സ് മൂലം ഹാർട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇമോഷണലി വളരെ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ആങ്സൈറ്റി, സ്ട്രെസ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഹാർട്ടിന് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഈ ഒരു അർജുന എന്ന് പറയുന്ന നീർമരുത് നമ്മുടെ സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോൾ കുറക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെർവ്സിനെ ശക്തിപ്പെടുത്താനും ഈ ഒരു അർജുന സഹായിക്കുന്നുണ്ട്. ഇതുമൂലം ഇങ്ങനെ സ്ട്രെസ്സ് വരുമ്പോഴൊക്കെ ഹാർട്ടിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മരുന്ന് നമ്മളെ സഹായിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ സ്റ്റാമിനയും അതുപോലെ തന്നെ എബിലിറ്റിയും കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുള്ളതാണ്. സ്റ്റാമിന നമ്മുടെ പലർക്കും പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടാറുണ്ട്, തളർച്ച
തളർച്ച അനുഭവപ്പെടും. അതുപോലെ ഒരു ലോ എനർജിയൊക്കെ തോന്നാറുണ്ട്. സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നവരാണ് അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്കൊരു ആ ഒരു സ്റ്റാമിന കിട്ടാതെ വരാറുണ്ട്. ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നത് മൂലം നല്ല ഹാർട്ടിന് നല്ലൊരു സ്റ്റാമിനയും അതുപോലെ ഹാർട്ടിൻ്റെ എബിലിറ്റി കൂട്ടാനും ഈ ഒരു മരുന്ന് സഹായിക്കുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. നമുക്കിത് രണ്ട് തരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന് ഇതിന് പൊടി ചൂർണ്ണമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇതിൻ്റെ മരുന്ന് നമുക്ക് ഉണക്കിപ്പൊടിച്ച് നല്ല നൈസ് പൊടിയാക്കി വെക്കുകയാണെങ്കിൽ ഒരു 5 ഗ്രാം നമുക്ക് 2 നേരമായിട്ട് കഴിക്കാവുന്നതാണ്. ചൂടുവെള്ളത്തിൽ ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് 5 ഗ്രാം വീതം രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷം കഴിക്കാവുന്നതാണ്. പിന്നെ ഒരു അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കിതൊരു പാൽ കഷായമാക്കിയിട്ട് കഴിക്കാവുന്നതാണ്. പാൽ കഷായമാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 ഗ്രാമാണ് ഈ ഒരു ചൂർണം വേണ്ടത്. അത് നല്ല നൈസായി പൊടിച്ച പൊടി ആവശ്യമില്ല. നമുക്കൊരു കോസ് പൗഡറാണ് നല്ലത്. ആ ഒരു കോസ് പൗഡർ ഒരു സ്പൂൺ എടുത്തതിന് ശേഷം അതിലോട്ട് 1 ഗ്ലാസ് പാലും അതുപോലെ 3 ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് ഇളം തീയിൽ വെച്ചിട്ട് ചെറുതായി കുറുക്കിയെടുക്കുക. അത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അത് 1 ഗ്ലാസ് ആവുന്നത് വരെ വറ്റിച്ചെടുക്കുക. ഈ ഒരു ഗ്ലാസ്സിൽ നിങ്ങൾക്ക് പകുതി രാവിലെയും പകുതി രാത്രിയും കഴിക്കാവുന്നതാണ്. ഇത് ഭക്ഷണത്തിന് മുന്നേ ആണ് കഴിക്കേണ്ടത്. ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പായിട്ട് നിങ്ങളിത് കഴിക്കാവുന്നതാണ്. രാവിലെയും അതുപോലെ രാത്രിയും നിങ്ങൾക്കിത് കഴിക്കാം. ഇനി ഇത് പാല് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്കിത് വെറും വെള്ളത്തിൽ 2 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ പൊടി ഇട്ടതിന് ശേഷം അത് 1 ഗ്ലാസ് ആക്കിയിട്ട് ചുരുക്കിയെടുക്കുക. അതിനുശേഷം അത് പകുതിയാക്കിയിട്ട് രാവിലെയും വൈകിട്ടുമായിട്ട് നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്കൊരു 50 ml ഒക്കെ ആയിരിക്കും നിങ്ങൾക്കൊരു നേരം കഴിക്കാൻ കിട്ടുന്നുണ്ടാവുക 1 ഗ്ലാസ് ആക്കുമ്പോൾ. അപ്പോൾ അത് നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിലും അതുപോലെ വൈകുന്നേരം ഭക്ഷണത്തിന് മുന്നേ 1 മണിക്കൂർ മുന്നേ ആയിട്ട് നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. പിന്നെ ഇനി ഇതിൽ ഇപ്പോൾ നമുക്ക് അർജുന ക്യാപ്സ്യൂളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ അർജുനാരിഷ്ടം കഴിക്കാറുണ്ട്. അർജുനാരിഷ്ടം ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. അതൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഡോക്ടറെ കണ്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി ഇത് ആരൊക്കെ കഴിക്കരുത് എന്നുള്ളതാണ്, അതുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. BP വളരെ ലോ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളിത് കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കൊളസ്ട്രോള്, BP, അതുപോലെ ഹാർട്ടിന് എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളിത് കഴിക്കാൻ നോക്കുക. സ്വയം നിങ്ങളിത് കഴിക്കരുത്. ഇനി ഇത് എത്ര നാൾ നിങ്ങൾക്കിത് കഴിക്കാമെന്നാണ്. 1 മാസം വരെ നിങ്ങൾക്കിത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നിങ്ങൾ ഗ്യാപ്പ് എടുക്കേണ്ടതാണ്. പിന്നെ 2 മാസമൊക്കെ ഗ്യാപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞ ഡോസിൽ മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡോസ് കൂടരുത്. ഒരു മരുന്നും ഡോസ് കൂടിയിട്ടോ അല്ലെങ്കിൽ പറയുന്ന കാലയളവിൽ അധികമോ കഴിക്കാതിരിക്കുക. ആ പറയുന്ന കാലയളവിൽ കറക്റ്റ് ഡോസിൽ കഴിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അർജുനനെ കുറിച്ച് പറയാനുള്ളത്. ഇതെല്ലാവരും നിങ്ങൾക്ക് ഹാർട്ടിൻ്റെ ഹെൽത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്